പിന്നെ ഈ MOU ഒപ്പിട്ടതാരാ? ഉമ്മൻചാണ്ടി 2015 ഓഗസ്റ്റ് 17 തീയതി ഒപ്പിട്ടപ്പോൾ അന്ന് അഡാനി ഹിന്ദുത്വ കോർപ്പറേറ്റ് ആയിരുന്നില്ലേ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അദ്ദേഹത്തിന്റെ അവരുടെ ബിസിനസ് സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പം ഇന്ന് നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഹിന്ദുത്വ കോർപ്പറേറ്റ് ആണെങ്കിൽ അന്നുമായിരുന്നു. അപ്പം ഈ ജാതി എന്താ പറയുക, ഈ ജാതി വർത്താനൊന്നും ദേവി ഇത് കോൺഗ്രസ്സുകാർ പറയരുത്. നിങ്ങളായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അതിന് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിരവധി എന്താ പറയുക മറ്റേ അവകാശികളുണ്ട്, സ്വയം പ്രഖ്യാപിത അവകാശികളുണ്ട്. ഏതായാലും ഇതിപ്പോൾ നടപ്പിലാക്കി ഇത്രത്തോളം എത്തി, നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെ പരാജയമാണത്. അത് നിങ്ങളെ പരാജയമായി തന്നെ കണക്കാക്കേണ്ടി വരും. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പിന്നെ ഈ വിഷയത്തിൽ ആർക്കെങ്കിലും കേരളത്തിൽ ബേജാറുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാർക്കാണ്. കാരണം കോൺഗ്രസിൻ്റെ ഉള്ളിൽ രണ്ട് അഭിപ്രായമാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു വിഭാഗവും, അഡാനിയെ എന്തിനും ഏതിനും കുറ്റം പറഞ്ഞ് BJPയുടെ അളിയനാണ് അഡാനി എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വിഭാഗവും. ഇവര് തമ്മിലുള്ള മത്സരമാണ്. അതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു വലിയ പോസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമാണ്. എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാറുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ഈ കേരളത്തിൻ്റെ വലിയ പദ്ധതി നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് എന്നേ പറയാനുള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.